ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് നീ ഇതെല്ലാം സഹിക്കുന്നതെന്ന് എനിക്കറിയാം എന്ന് ഗോമതി പറയാനുണ്ട് കേട്ടോ ആര്യനോട്. അപ്പോൾ ആര്യൻ പറയാനുണ്ട്, അങ്ങനെയൊന്നും അമ്മ ചിന്തിക്കണ്ട. അല്ല മോനെ, നിൻ്റെ മനസ്സിൻ്റെ ഭാരം എത്രയുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നീ എന്ത് സാഹചര്യത്തിലാണ് ഇത്രയും കല്യാണം കഴിക്കേണ്ടി വന്ന നിനക്ക് അത് നീ തുറന്നു പറഞ്ഞോ. അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല, നീ എല്ലാവരോടും പറഞ്ഞോ. ഇല്ല അമ്മേ, ഞാൻ ഒരിക്കലും പറയില്ല. അമ്മയും ആരോടും പറയരുത്. ഞാനൊരു കള്ളനും വഞ്ചകനും കുറ്റക്കാരനും ഒക്കെ മാറിക്കഴിഞ്ഞു എല്ലാവരുടെയും മുമ്പിലും. ഇനി അത് തിരുത്താനൊന്നും നിൽക്കണ്ട. പക്ഷേ അമ്മ ആരുടെ മുന്നിലും തോറ്റു കൊടുക്കരുത്, താന്നു കൊടുക്കുകയും ചെയ്യരുത്. അമ്മ അങ്ങനെ തന്നെ നിൽക്കണം. അതുകൊണ്ട് അമ്മ ഇത് പറയാൻ പോവരുതേ ആരോടും. ഞാൻ ആരോടും പറയില്ല. അമ്മ എന്നെക്കുറിച്ച് ഒന്നും വിഷമിക്കണ്ട എന്ന് ആര്യൻ സമാധാനിപ്പിക്കുമ്പോൾ വീണ്ടും ഗോമതി പറയട്ടോ, ആര്യ, നിൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയത് ഞാൻ കാരണമല്ലേ മോനെ, എനിക്കത് സഹിക്കാൻ പറ്റണില്ല മോനെ എന്നൊക്കെ പറയാം. അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കണേ? അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. അമ്മ സമാധാനമായിരിക്കും. എൻ്റെ അമ്മ വിഷമിക്കരുത്, എനിക്ക് അത്രയേ ഉള്ളൂ. അപ്പോൾ എന്നിട്ട് പറയുന്നുണ്ട്, മോനെ, മിത്ര എന്തെങ്കിലും നിന്നോട് സംസാരിച്ചിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അവളോട് എനിക്കൊന്നും സംസാരിക്കാനില്ല അമ്മേ. അങ്ങനെ പറയല്ലേ മോനെ. എടാ, നീ അതൊന്നും പറയരുത്. ഇന്ന് മുതൽ നിങ്ങൾ ഭാര്യയും ഭർത്താക്കന്മാരും അല്ലേ? ഭാര്യയും ഭർത്താക്കന്മാരും താലി കെട്ടിയത് കൊണ്ട് ഭാര്യയും ഭർത്താവ് ആകുമോ അമ്മേ? എടാ, എന്തൊക്കെയാണ് നീ പറയണേ അമ്മേ? എനിക്ക് ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. അമ്മ കൂടുതലൊന്നും ഇങ്ങോട്ട് ചോദിക്കുകയും ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് ആര്യൻ അകത്തേക്ക് കയറി പോവാട്ടോ. രാത്രി നല്ല ഇടിയും മഴയും, തോരാത്ത മഴയും ഭയങ്കര ഇടിയാണ്. ആ സമയത്ത് ബാലനകത്തിരുന്ന് കരഞ്ഞ് 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 ഓരോന്ന് ആലോചിക്കട്ടോ. ആകാശ് മീനാക്ഷിയെ കല്യാണം കഴിച്ചിട്ട് വീട്ടിൽ വന്ന് കയറിയപ്പോൾ ഉള്ള ആ ഒരു ഷോക്ക് അത് ഓർത്തെടുക്കുകയാണ്. അതുപോലെ രണ്ടാമത്തെ അടുത്ത ഷോക്ക്, നമ്മുടെ ആര്യൻ മിത്രനെ വിവാഹം കഴിച്ചിട്ട് വന്നിട്ട് ഇതെൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞ് വരുന്നു. അതൊക്കെ ആലോചിച്ച് ബാലൻ്റെ മനസ്സ് വല്ലാത്ത ഒരു ഇതായി മാറി. അവിടെ ഇരുന്ന് കരഞ്ഞ് കരഞ്ഞ് പുകഞ്ഞ് വല്ലാത്തൊരവസ്ഥയിലാണ്. ഹാളിലാണെങ്കിൽ എല്ലാവരും ദുഃഖിച്ച് മരണ വീട് പോലെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ബാലൻ വിചാരിക്കണം ഒന്ന് പുറത്തേക്ക് പോവാന്ന്. പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ ഗോമതി പുറകെ, ബാലേട്ടാ എങ്ങോട്ടാ പോണേ? ഈ മഴ വരുന്നുണ്ട്, ഇവിടെ അവരോടും പോവല്ലേ എന്ന് പിടിച്ച് നിർത്തുമ്പോൾ ബാലൻ പറയുന്നുണ്ട്, എനിക്ക് പോകണം, ഞാനിപ്പോൾ വരാം എന്ന് പറയുകയാണ്. ഇല്ല ബാലേട്ടൻ, ഞാൻ വിടില്ല, ബാലേട്ടൻ പോകാൻ വിടില്ല. പക്ഷേ ബാലൻ എല്ലാവരും തടഞ്ഞിട്ട് നേരെ മുന്നിലേക്ക് പോവാട്ടോ. ആ മഴ പെരും മഴയത്തിറങ്ങി മുന്നേ നടക്കുവാണ്. പക്ഷേ ഗോമതി വിടുന്നില്ല. പുറകെ ആ മഴയത്ത് ഓടിച്ചെന്ന് ബാലനെ പിടിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ മീനാക്ഷി ഓടിപ്പോയി അമ്മയെ പിടിച്ച് വലിക്കുകയാണ്. വലിച്ചിട്ട് അമ്മേ, അച്ഛൻ പോയിട്ട് വരട്ടെ, അച്ഛന് സമാധാനം കിട്ടുമെങ്കിൽ പോയിട്ട് അമ്മ അകത്തേക്ക് കയറുമെന്നും പറഞ്ഞ് എല്ലാവരും ആ മഴയത്ത് നിന്ന് അമ്മയെ വലിച്ച് കയറ്റുക. അങ്ങനെ ബാലൻ ഒറ്റയ്ക്ക് ആ ഒരു ഇരുട്ടത്ത് ആ മഴയിൽ കൂടെ ഇങ്ങനെ നടന്നു പോവുക, മനസ്സ് പതറിയിട്ട്. ആ സമയത്ത് ഒരു പാട്ട് തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ. അതിൽ മുഴുവനും ബാലൻ്റെ സങ്കടങ്ങൾ മാത്രമാണ്. അലഞ്ഞ് തിരിഞ്ഞും സ്വന്തം കടയുടെ ഫ്രണ്ടിൽ പാതിരാത്രിയൊക്കെ പോയിരിക്കുകയും ഭയങ്കര സങ്കടത്തിലാണ് കേട്ടോ. ഈ സമയം അലോകിൻ്റെ വീട്ടിൽ അലോകാണെങ്കിൽ ഭക്ഷണം കഴിക്കാതെ ദേഷ്യം പിടിച്ചിരിക്കുകയാണല്ലോ. അങ്ങനെ അമ്മ വന്ന് വിളിക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കാനായിട്ട്. പക്ഷെ അവൻ കഴിക്കുന്നില്ല. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് പോവാ, നീ എങ്ങോട്ടാണ് പോകുന്നത്? എനിക്ക് അവനോട് ചോദിച്ചേ പറ്റുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ദാ വരുന്നു എന്നും പറഞ്ഞ് പോവാട്ടോ. അപ്പോൾ നേരെ ഇവിടെ ആകാശും ആനന്ദനും കൂടെ, ആനന്ദില്ലേ ആകാശിൻ്റെ ചേട്ടൻ, രണ്ടുപേരും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. കഴിഞ്ഞതൊക്കെ ഒരു സ്വപ്നം പോലെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ എനിക്കിത് വിശ്വസിക്കാനേ പറ്റുന്നില്ല. മിത്രയും ആര്യനും തമ്മിലുള്ള വിവാഹം. എന്തായാലും രണ്ട് കുടുംബം ഇന്നു മുതൽ നല്ല അടുപ്പത്തിലാവേണ്ടതായിരുന്നില്ലേ? പക്ഷേ ഇതിപ്പോൾ കാര്യങ്ങളെല്ലാം തിരിച്ചായി. നേരത്തെ ഉണ്ടായിരുന്നതിൻ്റെ ഇരട്ടി ശത്രുതയായല്ലോ എന്ന് സംസാരിച്ച് നിൽക്കുമ്പോഴാണ് അലോക് അങ്ങോട്ട് വരുന്നത് കേട്ടോ. ഓടി വന്നിട്ട്, ആര്യ ഇങ്ങോട്ട് ഇറങ്ങി വാടാ, ഇവിടെ വരാൻ, നീ എവിടെയാടാ കയറി ഒളിച്ചിരിക്കണത് എന്നും പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുക കേട്ടോ. അങ്ങനെ ആനന്ദും ആകാശും കൂടെ കയറി അയാളെ കയറി പിടിക്കുകയാണ്. അലോകെ, നീ കിടന്ന് ബഹളം വെച്ച് പ്രശ്നം ഉണ്ടാക്കരുത്, അല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ അതേ മാനസികാവസ്ഥ തന്നെയാണ് ഇവിടെ ഉള്ളവർക്കും. അതുകൊണ്ട് വെറുതെ നീ പ്രശ്നത്തിന് നിൽക്കരുതേ. ആര് പറഞ്ഞു എൻ്റെ, അല്ലെങ്കിൽ തന്നെ നിൻ്റെ അനിയത്തി ഇപ്പോൾ ഇവൻ്റെ ഭാര്യയായിട്ട് ഞങ്ങളെ വീട്ടിലുണ്ട്, അത് നമുക്കങ്ങ് അംഗീകരിച്ച് കൊടുത്തൂടെ എന്ന് ചോദിക്കട്ടെ ആകാശ്. ഇത് കേട്ടിട്ട് ഉടനെ ദേഷ്യം പിടിച്ചിട്ട്, അംഗീകരിച്ച് കൊടുക്കാനോ? എൻ്റെ മിത്രയെ തട്ടിക്കൊണ്ട് പോകുന്നതും പോരാ, ഇനി ഞാനത് അംഗീകരിച്ച് കൊടുക്കണമല്ലേ? അവനെ ഞാൻ കൊല്ലും, ഇങ്ങോട്ട് അവനെ വിളിക്കാനല്ലേ പറഞ്ഞത്? ആ സമയത്ത് ആര്യൻ അങ്ങോട്ട് ഇറങ്ങി വന്നു. എന്താ വേണ്ട, നീ എന്താ ചെയ്യും? എടാ, നിന്നെ ഞാൻ തീ കൊളുത്തി കൊല്ലൂടാ. നീ മിത്രനെ ചതിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് നമ്മളെ എല്ലാവരെയും മോശക്കാരനാക്കാൻ. പിന്നെ നീ കൊളുത്തി കൊല്ലും, എന്നാൽ നീ കുറേ ചെയ്യടാ, നടക്കുന്ന കാര്യം വല്ലതും ചെയ്യടാ എന്നും പറഞ്ഞിട്ട് ആര്യൻ കുറേ ചീപ്പായിട്ട് അയാളെ പറയാം. അത് കഴിഞ്ഞ് വല്ല വിധേനയും ആനന്ദവും ആകാശവും കൂടെ രണ്ടുപേരെ രണ്ട് ഭാഗത്താക്കി അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ മിത്രയുടെ കാര്യം അമ്മ ഇരുന്ന് പറയുകയാണ് വീട്ടിൽ. അപ്പോൾ ആ സമയത്ത് അച്ഛനും കൊച്ചച്ഛനും കൂടെ പറയാനുണ്ട്, ഈ രാത്രിയിൽ ഈ അലോക് എങ്ങോട്ടാണ് പോയത്?
അപ്പോൾ അപ്പുറത്ത് തന്നെ പോകാൻ വഴിയുള്ളൂ, അവിടെ പോയി വഴക്കുണ്ടാക്കി കാണുമോ എന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ അലോക് തിരിച്ച് കയറി വരണുണ്ട്. അപ്പോഴാണ് പറയണത് ഞാൻ അവനെ അടിക്കാൻ പോയത് തന്നെയാണെന്ന്. അപ്പോൾ അച്ഛനും എല്ലാവരും വഴക്ക് പറയുന്നുണ്ട് അലോകിന്. അലോകെ നീ ചാടി കയറി ഒന്നും ചെയ്യരുത്, പിന്നെ അച്ഛനും വല്യച്ഛനും കൂടെ എല്ലാം ചെയ്യാം, അവർ തീർത്തോളും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, നീ എന്തിനാ പകരം വീട്ടാൻ വേണ്ടി ആ വീട്ടിലേക്ക് ചെന്ന് കയറിയതെന്നാണ് ഞാൻ ചോദിക്കുന്നത് എന്നും പറഞ്ഞ് എല്ലാവരും കൂടെ വഴക്ക് പറയാൻ കേട്ടോ. അപ്പോൾ ഇവിടെ അലോക് കുറച്ചൊന്ന് അടങ്ങുന്നുണ്ട്. എന്നിട്ട് അച്ഛനും കൊച്ചിനും കൂടെ ഒന്ന് തീരുമാനിക്കുന്നുണ്ട് എന്ത് വേണമെന്നുള്ളത്. പിന്നെ കാണിക്കണമെന്ന് വെച്ചാൽ ഗോമതി തന്നെ കേട്ടോ. ഗോമതി കരഞ്ഞ് നിലവിളിച്ച് ഒരു പരിവായിട്ടുണ്ട്. ബാലനെ കാണാത്തിട്ട് രാത്രിയായിട്ടും ബാലൻ തിരിച്ചു വന്നിട്ടില്ല. അപ്പോൾ എനിക്ക് ബാലനെ കാണണം, ബാലേട്ടനെ കാണാൻ ഇപ്പം കണ്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് കുട്ടികളെ പോലെ അവരൊരു നിലവിളിക്കുകയാണ്. അപ്പോൾ തന്നെ ഉടനെ മീനാക്ഷി അങ്ങോട്ട് വരുന്നുണ്ട്. മീനാക്ഷി പറയുന്നുണ്ട് അമ്മ സങ്കടപ്പെടാതിരിക്കുക എന്ന് സമാധാനിപ്പിക്കുമ്പോൾ ഗോമതി ചോദിക്കുന്നുണ്ട് മീനാക്ഷി, ഗുരുവായൂരിൽ നിന്നപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇവിടെ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന്. ഇതിപ്പോൾ കാര്യങ്ങളാകെ മറിഞ്ഞിരിക്കണല്ലോ ഈശ്വര, ബാലേട്ടൻ തകർന്നു പോയല്ലോ എന്ന് പറഞ്ഞ് അവർ കരയേട്ടോ. അപ്പം ഉടനെ മീനാക്ഷി പറയുന്നുണ്ട് എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയണത്, എനിക്കിത് അറിയാമായിരുന്നു നേരത്തെ, ഇതല്ല ഇതിനപ്പുറവും നടക്കും, ഇനിയും ഇതിനപ്പുറവും നടന്നുകൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ തന്നെ അവിടെ അലോകൊന്നും പ്രശ്നം ഉണ്ടാക്കിയില്ലെങ്കിലും അവിടെ ഏട്ടന്മാരില്ലേ, നാളെ മുതൽ ഇന്ന് അലോകിൻ്റെ വകയായിരുന്നു, നാളെ നോക്കിക്കോ അമ്മയുടെ ഏട്ടന്മാർ തന്നെ ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങും, പ്രശ്നങ്ങളും തുടങ്ങും, ഇനിയും നിർത്താനൊന്നും പോകുന്നില്ല. ഇത് ഞാൻ നേരത്തെ വിചാരിച്ചു, പിന്നെ ഇതൊക്കെ നമ്മൾ നേരിട്ടേ പറ്റൂ, ഇത്രയൊക്കെ വന്നു പോയില്ലേ, ഇതൊക്കെ നേരിടാൻ പറ്റും എന്നുള്ളതുകൊണ്ടല്ലേ അമ്മേ നമ്മളിതിനൊക്കെ ഇറങ്ങിയത്. എന്നിട്ട് അല്ലെങ്കിൽ തന്നെ അച്ഛനെ ഞാൻ കുറ്റം പറയില്ല, കാരണം അച്ഛൻ്റെ സ്ഥാനത്ത് ആരായാലും ഇതൊക്കെ തന്നെ ചെയ്യുള്ളൂ, അച്ഛനോട് ചോദിച്ചിട്ടല്ലല്ലോ നമ്മളിതൊന്നും ചെയ്തത് എന്നൊക്കെ ഇങ്ങനെ മീനാക്ഷി പറയാം കേട്ടോ. അവസാനം ഇത് എന്തായാലും നമുക്ക് വേണ്ടി ജീവിച്ചതാണ് ബാലേട്ടൻ, മക്കൾക്ക് വേണ്ടിയും എനിക്ക് വേണ്ടിയും, എന്നിട്ട് ആ ബാലേട്ടന് ഞാൻ ചതിച്ചല്ലോ ഈശ്വര എന്നിങ്ങനെ പറഞ്ഞാണ് ഗോമതിയുടെ കരച്ചിൽ കേട്ടോ. അപ്പോൾ മീനാക്ഷി പറഞ്ഞിട്ട് അമ്മ എന്തിനാ വേണ്ടി ഇങ്ങനെ തന്നെ പറയണേ, ചതിച്ചു എന്ന് അങ്ങനെ പറയല്ലേ, നമ്മൾ നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇറങ്ങി തിരിച്ചത്, ഇനി അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല, ഇനി നമ്മൾ എന്തെല്ലാം അനുഭവിക്കാൻ കിടക്കണമേ, ഇഷ്ടമില്ലാത്ത രണ്ടുപേർ തമ്മിലാണ് വിവാഹം കഴിപ്പിച്ച് കൊടുത്തത്, ഇനി ഈ ബന്ധുക്കളെ കാര്യം മാത്രമല്ല അവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക, അവരിനി അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം വീർപ്പിച്ചും ഇഷ്ടമില്ലായ്മ കാണിക്കുമ്പോഴും നമ്മൾ തന്നെ കാണണ്ടേ ഇതെല്ലാം, അതിൻ്റെ വിഷമം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇടയിൽ കിടന്ന് നമ്മൾ തന്നെയാണ് ബുദ്ധിമുട്ടാൻ പോകുന്നത്, അമ്മ നോക്കിക്കോ, പക്ഷേ ഇതെല്ലാം തരണം ചെയ്ത് വരണം എന്ന് പറഞ്ഞത് ഇപ്പോഴത്തന്നെ ഇതെല്ലാം ആകാശ് ഇവിടെ നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആകാശിന് ചെറിയ സംശയമുണ്ട്, മീനാക്ഷിയും അമ്മയും തമ്മിൽ അമ്പലത്തിൽ നിന്ന് വന്നതിന് ശേഷം ഭയങ്കര സമാധാനപ്പെടുത്തലും രഹസ്യം പറച്ചിലും ആണല്ലോ, ഇതൊന്ന് കണ്ടുപിടിക്കണമെന്ന്. അങ്ങനെ ആകാശിനെ പെട്ടെന്ന് ഗോമതി കാണുന്നുണ്ട്, കണ്ണ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആകാശ് വന്നിട്ട് എന്താ അമ്മേ, എന്താ പ്രശ്നം, കാര്യം പറ, നിങ്ങളിതൊക്കെ എന്തെങ്കിലും അറിയോ, എന്താ കാര്യം ചോദിക്കും. ഒന്നുമില്ല ആകാശ് എന്തിനാ അങ്ങനെയൊക്കെ പറയണേ, അമ്മ അതേ സങ്കടപ്പെട്ടിരിക്കുന്നത്, അച്ഛൻ പോയിരുന്നിട്ടാ എന്നൊക്കെ പറഞ്ഞു സങ്കടപ്പെടുകയാണ് കേട്ടോ. അവസാനം നീ ഇങ്ങ് വന്നേ, നമുക്ക് അങ്ങോട്ട് അമ്മ കുറച്ച് നേരം ഒറ്റയ്ക്ക് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ആകാശിനെ വിളിച്ചും കൊണ്ട് അപ്പുറത്തേക്ക് പോവാട്ടോ. ആകാശും മീനാക്ഷിയായിട്ട് ചെറുതായിട്ട് സംസാരം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ചോദിക്കുന്നുണ്ട് പിന്നെ ഞാൻ നിന്നോടത്തൊരു കാര്യം ചെയ്യും, നീ സത്യം പറയണം, എന്താ അല്ല സാധാരണ പെട്ടെന്നൊരു കാര്യം കേൾക്കുമ്പോൾ നമ്മൾ ഷോക്കാവും, ഇതിപ്പോൾ ആര്യൻ മിത്രനെ കെട്ടിക്കൊണ്ട് നിനക്ക് ഒരു ഭാവമായതോ ഇല്ലായിരുന്നല്ലോ നിൻ്റെ മുഖത്ത്, നിനക്കൊരു ഷോക്കും വന്നില്ല, നേരത്തെ അറിയാവുന്ന പോലെയാണല്ലോ നീയും അമ്മയൊക്കെ നിന്നിരുന്നത്, എന്താ കാര്യം, നിനക്ക് എന്തെങ്കിലും അറിയുമായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മീനാക്ഷി പെട്ടെന്ന് തടിത്തപ്പാൻ വേണ്ടി അയ്യോ എന്നാൽ ആകാശേ നീ കൊള്ളാമല്ലോ എൻ്റെ മുഖത്തുള്ള ഭാവമാറ്റങ്ങൾ കണ്ടുപിടിക്കാനായിട്ട്, ഇനി നാളെ മുതൽ ഒരു കാര്യം ചെയ്യാം, എല്ലാ കാര്യത്തിനും ഞാനിങ്ങനെ അഭിനയിക്കാം, ആകാശം വരുമ്പോൾ സന്തോഷവും രാത്രി പോകുമ്പോൾ ഞാൻ സങ്കടവും ഇങ്ങനെയൊക്കെ അഭിനയിച്ച് കാണിക്കാം എന്നൊക്കെ മീനാക്ഷി ഇങ്ങനെ പറഞ്ഞ് തടിത്തപ്പനുണ്ടെങ്കിലും പക്ഷേ നമ്മുടെ ആകാശ് വിടുന്നില്ല. ആകാശ് വീണ്ടും മീനാക്ഷി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ അവസാനം വീണ്ടും പറയുന്നുണ്ട് മീനാക്ഷി, വെറുതെ ആകാശ് എന്നെ സംശയിക്കരുത് കേട്ടോ, ഞാനെന്തോ ആകാശിൽ നിന്ന് മറച്ചു വെച്ചു എന്നാണല്ലോ ആകാശ് പറയണത്, അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, എൻ്റെ ഭർത്താവിൽ നിന്ന് ഞാൻ പല കാര്യങ്ങളും മറച്ചു വെക്കുന്നു എന്നാണ് ആകാശ് പറഞ്ഞത് അല്ലേ, അപ്പോൾ എന്നെ തീരെ വിശ്വാസം ഇല്ലല്ലേ എന്നും പറഞ്ഞ് തിരിച്ചടിക്കുകയാണ് ആകാശിനോട് കേട്ടോ നമ്മുടെ മീനാക്ഷി. എങ്ങനെയെങ്കിലും രക്ഷപ്പെടണ്ടേ ആകാശിന്, പക്ഷെ നല്ല സംശയം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ആകാശ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കിണ്ടി ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇതിനെല്ലാം ബദലായിട്ട് നമ്മുടെ മീനാക്ഷി മറുപടി പറയണം. എന്നിട്ട് എന്നാൽ ഇവനിങ്ങനെ ചെയ്തു കളഞ്ഞല്ലോ, ഇവൻ്റെ ഭാവി, അവൻ്റെ പഠിത്തം, ഇതെന്തെങ്കിലും ആര്യൻ നോക്കിയിരുന്നോ എന്നും പറഞ്ഞ് ആര്യനെ അങ്ങ് കുറ്റപ്പെടുത്താൻ തുടങ്ങി കേട്ടോ ആകാശ്. ഇത് കേട്ടപ്പോൾ പെട്ടെന്ന് ആര്യൻ പാവമല്ലേ, മീനാക്ഷിയുടെ വായിന്ന സത്യം അങ്ങ് വീണു കേട്ടോ. ഉടനെ മീനാക്ഷി പറഞ്ഞോട്ടോ ആര്യനെ എന്തിനാ കുറ്റപ്പെടുത്തണേ, ആര്യൻ പാവം, അമ്മ പറഞ്ഞു ആര്യൻ അനുസരിച്ചു, അത്രയേ ഉള്ളൂ. ഇത് കേട്ടതും ആകാശൊന്നും ഞെട്ടി. എന്താ നീ പറഞ്ഞത്, അമ്മ പറഞ്ഞതും
ആര്യൻ കേട്ടുന്നോ? അപ്പോൾ അമ്മയാണോ ഈ കല്യാണത്തിന് പുറകിൽ? പറ മീനാക്ഷി എന്ന്. അപ്പം മീനാക്ഷിയുടെ വായിൽ നിന്ന് ഇങ്ങനെ വീണു പോയില്ലേ, ഇനി അടുത്ത് എന്താ തടിതപ്പാ എന്നും പറഞ്ഞ് മീനാക്ഷി ആലോചിച്ച് നിൽക്കട്ടോ. അപ്പോൾ മീനാക്ഷി പറഞ്ഞു, അങ്ങനെയൊന്നും ഇല്ല, നീ പറഞ്ഞല്ലോ, നീയല്ലേ ഇപ്പോൾ പറഞ്ഞത് ആര്യൻ അമ്മ പറഞ്ഞിട്ടാണ് അത് ചെയ്തതെന്ന്. അമ്മയുടെ അമ്മ പറഞ്ഞു, ആര്യൻ അനുസരിച്ചു എന്നല്ലേ നീ പറഞ്ഞത്? അപ്പോൾ അമ്മ പറഞ്ഞിട്ടാണോ ആര്യൻ അവളുടെ കഴുത്തിൽ താലി കെട്ടിയത്? പറയാ എന്നിങ്ങനെ വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ടോ. മീനാക്ഷി വായിന്ന് വീണ അബദ്ധത്തിൽ പിന്നെ എന്ത് പറയുമെന്നും പറഞ്ഞ് ആകാശിൻ്റെ മുഖത്ത് പേടിച്ച് ഇങ്ങനെ നിൽക്കുന്നതാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ്. തീർന്ന പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരെ. ചാനൽ ഇഷ്ടമല്ല ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.